Hey, hello guys, welcome to another video of KL's Round Techs. So, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ OnePlus പാഡിൻ്റെ Oxygen OS 15 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ Oxygen OSൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ കഴിഞ്ഞ മാസം എന്തോ റോൾ ഔട്ട് ആയി തുടങ്ങി. അപ്പോൾ ഫേസ് ബൈ ഫേസ് ആയിരുന്നു. അപ്പോൾ ഈ മാസമായിരുന്നു OnePlus പാഡ് 1 ബാക്കി കുറച്ച് ഡിവൈസിനും കിട്ടിയത്. അപ്പോൾ സോ ഞാൻ ഒരു 2-3 ദിവസം മുമ്പേ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ്, Oxygen OS 15 ഇപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ, ചാടി കയറി വേണ്ടയോ എന്നൊക്കെ ആണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഈ Oxygen OS 15 പ്രോസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ. സോ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് Oxygen OS 15 അവർ തന്നെ പറഞ്ഞാണ് അനിമേഷൻ. ഓക്കെ, സോ ഇതിൻ്റെ അനിമേഷൻ ജസ്റ്റ് ഒരു വല്ലാത്തൊരു ഫ്ലോയാണ്. ഓക്കെ, ഇതിൻ്റെ അനിമേഷൻ എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്പീഡാണ്. അവർ പറഞ്ഞ പോലെ തന്നെയാണ്, അത്രയും സ്പീഡുണ്ട്. ഓക്കെ, ഈ 140 ഹെർട്സിൻ്റെ സ്ക്രീനും കൂടെ ആകുമ്പോഴത്തേക്ക് അനിമേഷനൊക്കെ സൂപ്പർബാണ്, ഭയങ്കര ഫ്ലോയാണ്. ഞാൻ നിങ്ങൾക്ക് അവർ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ മുന്നേ തന്നെ അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന അനിമേഷൻ വർക്ക് ആവുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മൂത്താണ്. ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അടുത്തതിൻ്റെ ഓപ്പൺ ആവുമ്പോൾ കണ്ടോ, ഒരു ഷട്ടേഴ്സോ ലാഗ്സോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവും, ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെ അങ്ങ് പോവുക, ഒരു ഇതുമില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോ. ഓക്കെ, ഏറ്റവും വലിയ പ്രോന്ന് ഇതിൻ്റെ അനിമേഷൻ തന്നെയാണ്. ഭയങ്കര സ്മൂത്തായിട്ട് നല്ല രീതിക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ എനിക്കൊരു ബെറ്റർ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫേസ് അൺലോക്കാണ്. പണ്ടെന്ന് വെച്ചാൽ ഫേസ് ഇതിൻ്റെ സമയത്തൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, പക്ഷെ ഇപ്പം അത്യാവശ്യം മോസ്റ്റ് ഓഫ് ദ ടൈമും ഇത് റെക്കഗ്നൈസ് ആവുന്നുണ്ട്, അൺലോക്ക് ആവുന്നുണ്ട് ഫേസ്. സോ അതൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ ഓപ്പൺ ക്യാൻവാസ് ഉണ്ട്, വിച്ച് മീൻസ് 3 ആപ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാം. ഓക്കെ, സോ ഇത് OnePlus ഓപ്പണിലും OnePlus പാഡ് 2-ലും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ Oxygen OS 15 നമ്മുടെ പാഡ് 1-ലും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്രോം എടുത്തു, എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എടുത്തു, നമുക്ക് ChatGPT ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എടുത്ത് ഒരു ആപ്ലിക്കേഷൻ എടുത്തു, കലണ്ടർ എടുക്കാം, ഉണ്ടോ കൊണ്ടുവച്ച 3 ആപ്പായിട്ട്. വെരി ഗുഡ് ഓപ്ഷൻ. ഇത് കൊണ്ടുവന്ന വലിയ കാര്യമില്ല, മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ആണ്. 3 ആപ്സ് ഒരുമിച്ച്, ക്രോം, ChatGPT, കലണ്ടർ. ഇതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് UI തന്നെ മൊത്തം മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് മറ്റേ ടോഗിൾ നോട്ടിഫിക്കേഷൻ, ലെഫ്റ്റ് സൈഡ് അല്ലാത്ത നോട്ടിഫിക്കേഷൻ, റൈറ്റ് സൈഡ് ടോഗിൾ ഓപ്ഷൻസും ആക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഐപാഡ് പോലെ. പിന്നെ ഡൈനാമിക് എലമെൻറ്റ് അതുപോലെ അടിച്ച് മാറ്റി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ സപ്പോസ് റെക്കോർഡിങ് ഓപ്പൺ ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഓക്കെ, റെക്കോർഡ് ചെയ്ത് നമ്മൾ മിനിമൈസ് ചെയ്തു, ടണേ ഒരു അതുപോലെ അടിച്ച് മാറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ അപ് ടു 3 ആപ്സ് നമുക്ക് ചെയ്യാം. എല്ലാ ആപ്സും സപ്പോർട്ടഡ് അല്ല. ഓക്കെ, ചില ആപ്സ് മാത്രമേ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ ടൈമറുണ്ട്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ 3 ആപ്പ് സപ്പോർട്ട് ചെയ്തതുപോലെ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ നടക്കും. പക്ഷേ ആപ്പിളിൽ സിംഗിൾ ആപ്പ് മാത്രമേ ഡൈനാമിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അപ് ടു 3 ആപ്സിൽ ഒപ്റ്റിമൈസ് ചെയ്യും, വിച്ച് ഇസ് ഗുഡ്. ഓക്കെ, അടിച്ചു മാറ്റിയാലും അങ്ങനെ നമ്മുടേതായ ഓപ്ഷൻ കൊണ്ട് മോഡിഫൈ ചെയ്തെടുക്കുക ഒരു ഇത് OnePlus ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, ഗുഡ് ജോബ് OnePlus. സോ ഇതാണ് വേറൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വേറെ ഒരെണ്ണം വെച്ചാൽ ആപ്പിൾ പെൻസിൽ ഇപ്പോൾ എടുക്കുക,
നമ്മൾ സ്ക്രിബിൾ ഉണ്ടല്ലോ, ജസ്റ്റ് ഇതാ ഉണ്ടോ, കാണിച്ചു തരാം. നമ്മളിപ്പോൾ എവിടെയാണ് പൊസിഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാൻ പറ്റുന്ന വെച്ചാൽ മീൻസ് നമ്മുടെ ഐപാഡ് ഉണ്ടായിരുന്നല്ലോ അതുപോലെ സെയിം സാധനം ഇവിടെയും കുറിച്ചിട്ടുണ്ടോ, നമ്മുടെ പെൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും ജസ്റ്റ് ഐപാഡ് തിങ്സ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓപ്ഷൻ 15 ഇൻട്രൊഡ്യൂസ് ചെയ്തത് OnePlus-ഉം Oppo-യും എല്ലാം. സോ അതിൻ്റെ എന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ റെക്കോർഡിങ്ങിൽ ഇപ്പം റെക്കോർഡ് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സമ്മറൈസ് ഓപ്ഷൻ വരും. അപ്പം നമുക്കിപ്പോൾ നിർത്തിയിട്ട് ഓക്കെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, സേവ് ചെയ്യാം. ജനറേറ്റ് സമ്മറി എന്നൊരു ഓപ്ഷൻ കൂടെ വരും. ഞാൻ നേരത്തെ സമ്മറൈസ് ചെയ്ത് വെച്ചോ ഈ റെക്കോർഡിംഗ് ഉണ്ട് കണ്ടോ, സമ്മറി. സോ സമ്മറി ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നുള്ളതിന് ബ്രീഫ് നോക്കിയിട്ട് യൂഷ്വൽ കണ്ടുവന്നത്, പക്ഷേ ഇപ്പോഴാണ് ഓപ്ഷൻ വോയിസിലോട്ട് വന്നത്. പക്ഷെ ഒന്നുകൂടെ പറയണമെന്നേ ഉള്ളൂ. സോ ഇതാണ് വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മുടെ ഇമേജ് ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ ഇമേജ് എടുത്തു, എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു, എഡിറ്റർ 4K ബൂസ്റ്റ് ഉണ്ട്, ഇറേസർ ഉണ്ട്, അൺബ്ലർ ഉണ്ട്, റിഫ്ലക്ഷൻ ഇറേസർ ഉണ്ട്. സോ പിന്നെ ഇറേസർ നമ്മളിപ്പോൾ ജസ്റ്റ് സർക്കിൾ ചെയ്ത് കൊടുത്താൽ റെക്കഗ്നൈസ് ചെയ്യുന്നു. പക്കയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ കാറ് റീക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ പോയ സ്ഥലത്തെ കാറ് കണ്ടോ റീക്രിയേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് ഗുഡ് അല്ലേ. ഒന്നും കൂടെ നോക്കാം, ജസ്റ്റ് ഒന്ന് തോന്നുന്നുണ്ടോ. ഓക്കെ അത് നന്നായിട്ട് റീക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഇറ്റ്സ് ഗുഡ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കണ്ടോ. അത് ടൈറ്റിൽ വിട്ടിട്ട് അതെ ഇവിടെ കുളമായി കേട്ടോ. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ഇനി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും അടുത്ത അപ്ഡേറ്റ്സിലോട്ട് കൊണ്ടുവരുമായിരിക്കും. ഓക്കെ സോ ഇതാണ് വേറൊരു OnePlus Oxygen OS 15-ൻ്റെ അഡ്വാൻറ്റേജസ്. ഇത്രയൊക്കെ എനിക്ക് തോന്നിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഗെയിമിങ് ഞാൻ നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. നോക്കി ഞാൻ അടുത്ത് ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിതിൻ്റെ കോൺസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബാറ്ററി ലൈഫ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് OnePlus വാങ്ങിയ സമയത്ത് ഇങ്ങനെ Oxygen OS 14 ആ ടൈമിൽ എനിക്ക് ഇതിൽ 8 to 9 hours സ്ക്രീൻ ടൈം കിട്ടും, സ്ക്രീൻ ഓൺ ടൈം. പക്ഷേ ഇപ്പം കണ്ടിട്ട് വെറും 5 hours മാത്രം. സോ അത് എനിക്കൊന്ന് ഇതാണ് പോലെന്ന് വെച്ചാൽ മിനിമം ഒരു 7 hours എനിക്ക് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഇതിപ്പം നല്ല ടാസ്ക് ചെയ്തിരുന്നു. ഈ റീചാർജ് 100% റീചാർജ് സൈക്കിളിൽ ഞാൻ അത്യാവശ്യം നല്ല ടാസ്ക് കൊണ്ട് ഹെവി ടാസ്ക് ഒക്കെ ചെയ്തിരുന്നു. മൾട്ടിപ്ലൈ ഡൗൺലോഡ് ചെയ്യാൻ, ടെലഗ്രാം യൂസ് ചെയ്യാൻ, കുറേ ആപ്സ് സൈമൾട്ടേനിയസ്ലി ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും മിനിമം ഒരു 7 hours എനിക്ക് 5.5 hours വളരെ ഇത്തിരി കുറവാണ്. ഇതില്ല അത്യാവശ്യം വളരെ കുറവാണ്. സോ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബാക്കി ഇത് പോട്ടെ, ഇത് ബിക്കോസ് അനിമേഷനൊക്കെ അത്രയും സ്മൂത്താക്കി ബാറ്ററി ഓവറായിട്ട് യൂസ് ചെയ്യാം. ഇനി അപ്കമിങ് അപ്ഡേറ്റ്സ് ഫിക്സ് ചെയ്യുമായിരിക്കും. അത് വീണ്ടും തന്നെ ടോളറേറ്റ് ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു. മെയിൻലി ഞാൻ ഈ പാഡ് വാങ്ങിയെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീക്കേഴ്സ്, ഇതിൻ്റെ ഡിസ്പ്ലേ, മൾട്ടിമീഡിയൻ്റെ മെയിൻ യൂസ്. ഓക്കെ സോ കുറേ പേര് അതിനായിരിക്കും മേ ബി വാങ്ങിച്ചത്. പക്ഷേ ഈ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു തലവേദനയാണ് ഈ അപ്ഡേറ്റ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈം വീഡിയോ എടുത്തു. പ്രൈം വീഡിയോയിൽ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോ പ്ലേ ചെയ്തു, ഓപ്പണായി.
കാണുന്നത്. ഞാൻ പറഞ്ഞു നമ്മളെ പറ്റിക്കായിരുന്നു. ഈ സംഭവം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അച്ഛനെ കണ്ടുപിടിച്ചൂടെ? നല്ല തമാശ. ഓക്കെ, അല്ല ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഓക്കെ, എനിക്ക് നമുക്ക് അതിനെ സംസാരിക്കാം. കുറച്ച് നമ്മുടെ ഫ്ലോട്ടിംഗ് വീഡിയോ കൊണ്ട് അധികം കഷ്ടമാണ്. ഒന്ന് കുറയ്ക്കില്ല കണ്ടോ. യഥാർത്ഥ പാരന്റ്സ് അങ്ങനെയാണ്. ഈ കാര്യങ്ങളിലൊന്നും ഞാൻ അത്ര സമർത്ഥനല്ലെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. പിന്നെ ഞാൻ ചെല്ലണമെങ്കിൽ അവൻ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അവനൊരു പാവമാണ് ചേട്ടൻ. ഒലിവിയ, ഞാനിപ്പോ വർക്കില്ല. ഇതിന് മാത്രം ഇതുപോലെ തന്നെ നമ്മൾ C5 ഓപ്പൺ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഷട്ടർ വല്ല ഉണ്ടോ ഭയങ്കര ഷട്ടേഴ്സ് അല്ല, ഐ മീൻ സ്ക്രീൻ ഫ്ലിക്കറിങ്, ഭയങ്കര സ്ക്രീൻ ഫ്ലിക്കർ. ഓക്കെ, ഫ്ലിക്കർ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലിക്കറാണ്. പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോ എടുക്കുമ്പോഴും അത്യാവശ്യം അത് ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ അതിൻ്റെ പോലെ വരും, ചിലപ്പം വരില്ല. ഇത് ഭയങ്കര ഒരു ഇതാണെന്ന് വെച്ചാൽ ഇതൊക്കെ ടെസ്റ്റിംഗ് ഫേസിൽ അവർ ശരിയാക്കേണ്ട കാര്യങ്ങളാണ്. മൊത്തം അവരിതിങ്ങനെ ഗ്ലോബലി എല്ലാവർക്കും റോളൗട്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ വിഷയം ടെസ്റ്റ് ചെയ്യുന്നത്. സോ എനിക്കറിയത്തില്ല, ഏതെങ്കിലും യൂസേഴ്സിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ മാക്സിമം റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. *#800# മൂന്ന് ഫീഡ്ബാക്ക് കിട്ടും. അതിൻ്റെ സെക്ഷൻ ആപ്പ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എന്താണെന്ന് ബ്ലോഗ്സ് അവർ റെക്കോർഡ് ചെയ്യും. ഇതിൻ്റെ സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ ഇത് രണ്ടുമാണ് കേട്ടോ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് ബാറ്ററി, ഒന്ന് ഈ ആപ്സ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല. ഈ നമ്മുടെ വോളിയം കൂട്ടി കുറച്ച് ചെയ്യുമ്പോൾ സ്ക്രീൻ ഫുള്ള് ഫ്ലിക്കർ ആവുന്നുണ്ട്. ഇതന്നെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. സോ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ? എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്. ഇത്രയും വലിയൊരു ബഗ്ഗും വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്തത്. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റോ അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓക്സിജൻ സ്പോട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്ര സ്മൂത്ത് അനിമേഷൻ ഇല്ലെന്നേ ഉള്ളൂ. ഡൈനാമിക് എലന്റ് ഒന്നും കാണത്തില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് സാധനം യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം അപ്ഡേറ്റ് ചെയ്ത് പോയവർക്ക് ഇതിലോട്ട് തിരിച്ച് ഓക്സിജൻ സ്പോട്ടിനെ റോൾ ബാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നിങ്ങൾ ആ ഒരു ഓക്സിജൻ സ്പോട്ടിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഓക്കെ ഡെവലപ്പർ ഓപ്ഷനിൽ പോയി എനേബിൾ ചെയ്തിട്ട്, ഡെവലപ്പർ ഓപ്ഷനിൽ സോറി ഞാൻ കാണിച്ചത്, സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പോൾ ഡിവൈസിൽ പോയിട്ട് വെർഷനിൽ പോയിട്ട് ഡെവലപ്പറായിട്ട് സിസ്റ്റം അപ്ഡേറ്റ്സിൽ പോയിട്ട് ലോക്കൽ ഇൻസ്റ്റാൾ, ഓക്കെ ലോക്കൽ ഇൻസ്റ്റാൾ ഓപ്ഷൻ ഉണ്ട്. അതുവഴി ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി പേജിൽ അവർ തന്നെ OnePlus അത് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫയലും എല്ലാം കാണിച്ചത്. സോ ഓക്കെ, ഇതാണ് ലിങ്ക്. OnePlus പാഡിൻ്റെ ആണ്, പാഡ് 2 അല്ല, പാഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റോൾ ബാക്ക് ഓപ്ഷൻസും ഗൈഡ് ലൈൻസും ഫയൽസും എല്ലാം തന്നിട്ടുണ്ട്. 3 റീജിയൻ ഉണ്ട്, യൂറോപ്പ്, ഇന്ത്യൻ, ഗ്ലോബൽ. ഇന്ത്യനാണ് നമ്മൾ. അപ്പോൾ ഇന്ത്യൻ സെലക്ട് ചെയ്ത് ചെയ്യുക. ഇതിലെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ എല്ലാം. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇത് വായിച്ച് ഫോളോ ചെയ്ത് ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തവർക്ക് റോൾ ബാക്ക് ചെയ്യണമെങ്കിലാണ്. മാക്സിമം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഓക്സിജൻ 15 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടരുത്. ഇതിൻ്റെ ഈ മേജർ ബഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാതെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്.